കഴിഞ്ഞ ദിവസം വളരെ യാദൃശികമായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു സീരീസ് കാണുകയുണ്ടായി. ഇതിൻ്റെ പേര് മിസ്റ്റർ പ്ലാങ്ക്ടൺ. ഇതൊരു കൊറിയൻ ഡ്രാമയാണ്. കൊറിയൻ ഡ്രാമ പല ആൾക്കാരും സ്കിപ്പ് അടിച്ചു പോകുന്നൊരു സംഭവമാണ്. കാരണം ഭയങ്കര ക്രിഞ്ചായിരിക്കും, നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ കുഴപ്പം, അങ്ങനെ പല കാരണങ്ങളാൽ കൊറിയൻ ഡ്രാമാസ് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ സംഭവം മിസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മിസ്റ്റർ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആയിരിക്കും മിസ് ചെയ്യുന്നത്. അതായത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയ്ക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, അത്രയ്ക്കും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഗംഭീര ഐറ്റം. കാരണം ഇത് കണ്ട് തീർത്തിട്ടില്ല ഞാനിതുവരെ. ഞാനിതിൻ്റെ 9th എപ്പിസോഡ് വരെ കണ്ടു വെച്ചേക്കുവാണ്. ഇനി ഒരു എപ്പിസോഡും കൂടെ കണ്ടു തീർക്കാനുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു എപ്പിസോഡും കൂടെ കണ്ടിട്ട് പ്രോബബ്ലി ഞാൻ ഈ ഒരു സീരീസിനെ പറ്റി സംസാരിക്കത്തില്ല. കാരണം ഇതൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതുവരെ കണ്ടത് വെച്ച് എനിക്കിങ്ങനെ പറ്റുന്നില്ല. നമുക്ക് മറ്റൊരാളെയും കൂടെ നമ്മൾ ഈ കണ്ട ട്രോമയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിക്കുള്ളൊരു മാരക ഐറ്റം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീരീസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ 9th എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെപ്പറ്റി ആൾക്കാരോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞത്. ഇത് ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തരുമെങ്കിൽ കൂടെ ഈ ഒരു സീരീസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമോഷണൽ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ അത് വേറെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായകൻ ഒരു ചെറിയ എറൻഡ് ഹൗസ് എന്ന് പറയുന്ന സംഭവമൊക്കെ നടത്തിക്കൊണ്ട്, അതായത് ആൾക്കാർ എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ പരിപാടി ചെയ്യും. പുള്ളിക്കാരൻ അതൊരു ബിസിനസ് പോലെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഡെലിവറി ചെയ്യണമെങ്കിലോ, ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് കൊടുക്കാനോ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു കല്യാണം മുടക്കണമെങ്കിലോ, ഇതൊക്കെ പൈസയ്ക്ക് ഒരു ബിസിനസ് പോലെ നടത്തിക്കൊണ്ട് പോകുന്നൊരു നായകൻ്റെ കൂടെ ഒരു കൂട്ടാളിയുണ്ട്. ഇനി നായികയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഒരു വലിയ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാൻ പോകുന്ന ആളാണ് നമ്മുടെ നായിക. അതായത് വലിയൊരു ഫാമിലി ട്രീ ഉള്ള ഭയങ്കര വലിയൊരു ഫാമിലി, കാലാകാലങ്ങളായിട്ട് തങ്ങളുടെ ഫാമിലി ട്രീയെ പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ കുടുംബം. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ നായിക ചെന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറയിലെ കുട്ടിക്ക് ജന്മം നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ നായികയ്ക്കുണ്ട്. അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അതായത് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ നായകൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അതുപോലെ തന്നെ തനിക്കിനി അടുത്ത അവകാശം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ദൗത്യം നായികയ്ക്കുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തനിക്ക് തൻ്റെ ഇനി ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നായിക ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്ന സമയത്താണ് അറിയുന്നത് നമ്മുടെ നായകനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ വന്നിട്ടുണ്ട്. 3 മാസം കൂടി പോയാൽ അതിനുള്ളിൽ ആൾ തട്ടിപ്പോകും. അതാണ് നമ്മുടെ നായകൻ്റെ അവസ്ഥ. ഇനി നായികയുടെ കാര്യം ആയിക്കൊള്ളട്ടെ, ഒരു വലിയ ഫാമിലിയിൽ നെക്സ്റ്റ് അവകാശിക്ക് ജന്മം കൊടുക്കേണ്ട നമ്മുടെ നായികയ്ക്ക് ആക്ച്വലി കുട്ടികളുണ്ടാവത്തില്ല. പുള്ളിക്കാരിക്ക് മെനോപോസ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുണ്ടാവത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വലിയൊരു അഗാധമായിട്ടുള്ള സംഭവം കേൾക്കുകയാണ്. നമ്മുടെ നായകനായിക്കൊള്ളട്ടെ ഈ സംഭവം ആക്ച്വലി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും താൻ ഭയങ്കര അൺലക്കി ആണെന്നാണ് വിചാരിച്ചത്. നായിക പൊട്ടിക്കരയുകയുണ്ടായി. ഇതും കഴിഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നായകനും ഈ നായികയുണ്ടല്ലോ, ആക്ച്വലി ഇവർ എക്സ് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണ്. അതായത് ഇവർ പ്രീവിയസ്ലി ഒരു റിലേഷൻഷിപ്പിലൂടെ പോയതാണ്, പക്ഷേ ബ്രേക്കപ്പ് ആയി പോയി. എന്നിട്ടാണ് രണ്ടുപേരും രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് ഒന്നിക്കുകയും എന്നിട്ടൊരു ജേർണി അങ്ങ് നടത്തുകയും ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു പ്ലോട്ട് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നിക്കാണും ഇത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കരധികം സങ്കടപ്പെടുത്തുന്ന രീതിക്ക് പോകുന്ന ഒരു കൊറിയൻ ഡ്രാമയായിരിക്കും, അല്ലെങ്കിൽ ഒരു സീരീസ് ആയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഇത് ഭയങ്കര ഫണ്ണി ആയിട്ട്, ഭയങ്കര കളർഫുൾ ആയിട്ട്, ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്ത്, അതായത് ഒരു എപ്പിസോഡിനകത്ത് തന്നെ ഒരുപാട് ഇമോഷൻസ് നമുക്ക് കൊണ്ടു തരുന്നൊരു സീരീസാണിത്. ഇത് ജസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രം തരുന്നൊരു ഐറ്റം ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീരീസാണ്. ഓരോ ഫ്രെയിംസിനും ഓരോ മൊമെൻറ്റ്സിനും അതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇമോഷണലി അത്രയ്ക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ നായകനെയും ചുറ്റിപ്പറ്റി കുറച്ച് ക്യാരക്ടേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയും ആ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കണക്ഷനൊക്കെ ഭയങ്കര ഗംഭീരമാണ്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ അത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ലൈഫിനൊക്കെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്നത് അതിനെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു തരും. അതായത് ജസ്റ്റ് ചുമ്മാ കാണിച്ചു പോകുന്നൊരു സംഭവമായിട്ട് ഞാൻ പറയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സീരീസിൻ്റെ അത്രയും വലിയൊരു പവർ കൊണ്ടായിരിക്കും. അത് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതൊരു മാസ്റ്റർ പീസാണ്. അതായത് എല്ലാ ആസ്പെക്ട്സും അത്രയും ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ടെക്നിക്കൽ സൈഡ് ആയിക്കൊള്ളട്ടെ, ഇനി അതെല്ലാം ഇതിൻ്റെ ക്യാമറ വർക്ക്സ്, VFX, അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്. ഇതിലെ നായകനുണ്ടല്ലോ, നായകനെ കണ്ടു കഴിഞ്ഞ, നായകൻ മാത്രമല്ല നായിക, ഇവർ രണ്ടുപേരും ആക്ച്വലി ഈ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണെന്ന് നമുക്ക് തോന്നിപ്പോൾ. അത്രയ്ക്ക്
പെർഫെക്റ്റ് ആയിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സ് ആ ഒരു സംഭവത്തിനെ ഈ ഒരു സീരീസിനെ തന്നെ കൊണ്ടുപോകുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം രണ്ടുപേരുടെയും തോളിലാണ് സംടൈംസ് ഈ ഒരു ഷോ നിൽക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ ലോങ് ആയിട്ട് പോകുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമുള്ള ചില സീക്വൻസസ് ഒക്കെ കാണും. അത് ഈ രണ്ട് പേരും കൂടെ ഇങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ച് പോയിട്ടുണ്ട്. കാരണം ഒരു തുള്ളി മൊമെൻറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ലാഗ് അടിപ്പിക്കാണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പിസോഡ് കാണണം, എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു 9th എപ്പിസോഡ് വരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഈ 9ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ പോകുന്ന ആ ഒരു സംഭവം അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ആ ഒരു രീതിക്കാണ് ഇവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഷോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കണം, ഒരുപാട് കരയണം, ഒരുപാട് കണക്റ്റ് ആവണം എന്ന് തോന്നത്തക്ക രീതിക്കുള്ള ഏതെങ്കിലും ഒരു സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പ്ലാങ്ക്ടൺ ഒരു കിഡിലൻ ഐറ്റമായിരിക്കും, ഒരു കിഡിലൻ റെക്കമെൻഡേഷൻ ആയിട്ട് തന്നെ ഞാൻ പറയും. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞ് റിഗ്രറ്റ് തോന്നത്തില്ല. അതായത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സീരീസ് കണ്ടതായിട്ട് തോന്നും. ഈവൻ ഇത് ഇച്ചിരി ട്രൊമാറ്റിക് ആണെങ്കിൽ കൂടെ ദിസ് ഈസ് സംതിങ് എൽസ് മാൻ. ഇത് K-ഡ്രാമാസ് എന്ന് പറയുന്നത് സംടൈംസ് നമ്മൾ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് പോകാറുണ്ട്. അതിൻ്റെ ഒരു പീക്ക് എക്സാമ്പിളാണ് ഈ ഒരു ഷോ.